ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിക്കുക കേട്ടോ. മെലസ്റ്റോമ തന്നെയാണ് താരം. അപ്പോൾ നമ്മൾ മുന്നേ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു പിങ്ക് കളർ മെലസ്റ്റോമ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ വേറൊരു നഴ്സറി പോയപ്പോൾ ഒരു പിങ്കും ഇത് ഒരു വൈറ്റാണ് കേട്ടോ. മുട്ട് നിറയെ നിൽക്കുന്നുണ്ട്, പക്ഷെ അതിൽ പൂവായിട്ടില്ല, നിറയെ മുട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫെയ്ഡഡ് ആയിട്ടുള്ള ലാവണ്ടർ കളറാണ്. അപ്പോൾ അത് പൂക്കളിങ്ങനെ കൊഴിയണ സമയത്തിലേക്ക് പിങ്ക് ആവും. അപ്പോൾ നിറഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു. അതേപോലെ എല്ലാം നമ്മൾ മുന്നേ നമ്മുടെ വയലറ്റ് മെലസ്റ്റോമ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതാണ്ടോ ഈ നമ്മുടെ വഴിയുടെ അവിടെ. അപ്പോൾ അവിടെ തന്നെ വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഡാർക്ക് വയലറ്റിൽ നിന്ന് ഫെയ്ഡായിട്ട് തൊട്ടടുത്ത് ഫെയ്ഡായ ഒരു കളറും അത് കഴിഞ്ഞ് ഫെയ്ഡായി വെള്ളയാവുന്നത് പോലെ അങ്ങനെയാണ് വെക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതാണ്ട് അവിടെ നമ്മുടെ ടാർപ്പായൊക്കെ കിടക്കുന്നില്ലേ, ആ ടാർപോളിൻ ഷീറ്റിൽ ഉള്ളിൽ വന്ന് നമുക്ക് വീട് പണിയുടെ ആ സമയത്ത് നമുക്ക് കിട്ടിയായിരുന്നതാണ് കേട്ടോ, മറ്റേ എംസാൻഡാണ്. അപ്പോൾ ആ എംസാൻഡൊക്കെ മാറ്റണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നല്ല വെയിറ്റായിട്ട് കിടക്കുക കേട്ടോ. ഞാൻ മാറ്റാൻ കുറേ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ കുഴിയൊക്കെ എടുത്തു, ഭയങ്കര ഹാർഡ് മണ്ണാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് വെയിലൊക്കെ അല്ലേ, അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് വിട്ടിട്ട് ഇതാ കുഞ്ഞൊക്കെ അത് കൂടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ കുഴി എടുത്തപ്പോൾ മോനെന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ ചിരട്ടയും കൊണ്ട് മണ്ണൊക്കെ എടുത്തിട്ട് മാറ്റുകയാണ്. അവൻ ഹലോ ഗൈസ് എന്ന് പറയുകയാണ്, വ്ളോഗ് ചെയ്യണം അതുപോലെ. അപ്പോൾ അതൊക്കെ മണ്ണൊക്കെ മാറ്റിയിട്ട് പിന്നെയും ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് വിട്ടു കേട്ടോ, കാരണം ഇച്ചിരിയും കൂടെ കുഴി വേണം നമുക്ക്. അപ്പോൾ വെള്ള മെലസ്റ്റോമ ഇപ്പോൾ തൽക്കാലം നമ്മൾ മുറ്റമൊന്നും ശരിയാക്കിയിട്ടില്ല. അപ്പോൾ ഈ പോട്ടിലോട്ട് താഴെ ഹോളൊക്കെ ഇട്ടിട്ട് അതിലോട്ട് നടാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതില്ലേ വാഴയുടെ ഇലയൊക്കെ ഉണങ്ങിയതൊക്കെ വെച്ചിട്ട് ഒത്തിരി വെയിറ്റ് ഇല്ലാണ്ടിരിക്കാൻ കുറച്ച് മണ്ണിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി നേരമാവും ആ കുഴി എടുക്കുന്നതിന്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടേക്കുകയാണ്. അപ്പോൾ കുഴി എടുത്തതിന് ശേഷം നമുക്ക് ആ ചെടി അതിലോട്ട് ഇറക്കി വെക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്കപ്പോൾ അത് കുഴി ആകുമ്പോഴേക്കും വൈറ്റ് നടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വൈറ്റ് എടുത്തിട്ട് വന്നു. കണ്ടോ, ഹൈറ്റ് നോക്കിയതാട്ടോ ഞാൻ. കറക്റ്റ് നമ്മൾ നടുന്ന സമയത്ത് ഹൈറ്റ് കറക്റ്റായിരിക്കുമോ വേണ്ടി നോക്കിയിട്ട് പുറത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരിയും കൂടെ മണ്ണ് ആഡ് ചെയ്യേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരിയും കൂടെ മണ്ണ് ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പ്രത്യേകിച്ച് വളമൊന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല കേട്ടോ ഞാൻ. ഇതാണ് പിങ്ക്. നമ്മുടെ ആ പിങ്ക് ചെടി ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. നല്ല രസമല്ലേ, നമ്മുടെ ഡാർക്ക് വയലറ്റിനും പിങ്കിനും ഒക്കെ അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കില്ല. അതിങ്ങനെ മൊത്തത്തിൽ മരമായി കഴിയുമ്പോഴാട്ടോ ഒന്നും കൂടെ രസം. അപ്പോൾ ഞാൻ അതും കുഴി ഹൈറ്റ് കറക്റ്റാണോ എന്ന് പറഞ്ഞിട്ട് ഇറക്കി നോക്കിയതാണ്. അപ്പോൾ അത് ഇത്തിരി ഒന്ന് നേരെ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുഴിയൊക്കെ ആക്കി കൊടുത്ത് പിന്നെ അതിൻ്റെ കവർ ഇങ്ങനെ ഞാൻ പൊട്ടിച്ചെടുത്തു കേട്ടോ. മടാളും കൊണ്ട് തന്നെ. നിങ്ങളുടെ അവിടെ എന്താ മടാളിനെ പറയുന്നതെന്ന് അറിയത്തില്ല, ഞങ്ങളിവിടെ മടാളെന്നാണ് പറയുക. മരമൊക്കെ വെട്ടാൻ ഉപയോഗിക്കില്ലേ അത്. അപ്പോൾ അതും കൊണ്ട് ഞാൻ കവറൊക്കെ ആക്കി കൊടുത്തു. അപ്പോൾ ഇത് വേര് നല്ല എല്ലായിടത്തും വേര് വന്നേക്കുന്ന കേട്ടോ. അപ്പോൾ നല്ല സുന്ദരനായിട്ട് വളരും. അപ്പോൾ താഴത്തോട്ട് ഇറക്കി അങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് കറക്റ്റ് പൊസിഷനിലൊക്കെ വെച്ചിട്ട് കണ്ടോ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് മണ്ണിട്ട് കൊടുക്കുകയാണ്. ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ടപ്പോൾ മോൻ കൊണ്ടുവന്ന് ചിരട്ട തന്നു. പിന്നെ ചിരട്ടയും കൊണ്ടായി, കാരണം ഇത് ഈ കുഴിയൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും കയ്യിലൊക്കെ മൊത്തം മണ്ണാണ്. അപ്പോൾ നമ്മൾ പിന്നെ ചിരട്ടയും കൊണ്ട് അങ്ങനെ മണ്ണ് അങ്ങനെ നിറച്ചു കേട്ടോ. ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഈ വെട്ടുകല്ലിൻ്റെ പോലത്തെ മണ്ണായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അച്ഛനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കുഴിയെടുത്ത് തരും. അപ്പോൾ ഞാനായതുകൊണ്ട് നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പാടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് മണ്ണൊക്കെ ഇട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, ചെറുതായിട്ട് അവിടെ ഒരു വരമ്പ് പോലെ മണ്ണിങ്ങനെ എടുത്ത് വെച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം നിറയ്ക്കുമ്പോൾ ഇല്ലേ, വെള്ളം ഒഴിക്കില്ലേ, ആ സമയത്ത് വെള്ളം പുറത്തു പോകാണ്ടിരിക്കാൻ. കാരണം ഇപ്പോൾ വേനൽക്കാലത്തല്ലേ, അപ്പോൾ കുറച്ച് വെള്ളം അവിടെ നിന്നോളും. അങ്ങനെ വരമ്പ് പോലെ ഇങ്ങനെ ആക്കി വെച്ചാൽ ആ തടത്തിൽ കുറച്ച് വെള്ളം ഇങ്ങനെ നിന്നോളും. അപ്പോൾ ചെടി നല്ല ഉഷാറായി നിൽക്കും. മെലസ്റ്റോമയ്ക്ക് ഇച്ചിരി വെള്ളം വേണം കേട്ടോ. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് വെള്ളം അധികം നിൽക്കാറില്ല. മറ്റേ നമ്മുടെ ഡാർക്ക് മെലസ്റ്റോമ എപ്പോഴും നനച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ വേനൽക്കാലത്ത്. അപ്പോൾ അടുത്ത നമ്മുടെ വൈറ്റ് മെലസ്റ്റോമയുടെ കവർ ഞാൻ എടുത്തു. അത് അത്യാവശ്യം നല്ല വേരൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അല്ല അങ്ങനെ നമുക്ക് സൂപ്പറായി മണ്ണൊന്നും പൊട്ടിപ്പോവാണ്ട് അങ്ങനെ കിട്ടി. അപ്പോൾ നമ്മളത് അങ്ങനെ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ മുറ്റത്തിൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ നമ്മളിത് ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് വേറെ കറക്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുത്താൽ അത് നല്ല സൂപ്പറായി വളർന്നോളും. ഇപ്പം തന്നെ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ടോ. അപ്പം ബാക്കി മണ്ണും കൂടെ ഇട്ടിട്ട് അങ്ങനെ ഞാൻ ഫില്ല് ചെയ്തു കേട്ടോ. അതിനോടൊപ്പത്തിനൊപ്പം
ഇനി ഒരു 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് മണ്ണ് ഇരിക്കണ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി മണ്ണും കൂടി ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ വൈറ്റ് മെലസ്റ്റോമയുടെ ഇലകൾക്കൊക്കെ ഒരിത്തിരിയും കൂടെ വലിപ്പമുണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ വയലറ്റിൻ്റെയും പിങ്കിനേക്കാട്ടിലും കുറച്ചും കൂടെ വലിപ്പമുണ്ട്. പക്ഷേ അതേ സെയിം ഇലകൾ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇല ഇച്ചിരിയും കൂടെ വീതിയുള്ള ഇലകളാണ്. അപ്പോൾ ഞാൻ വെള്ളം തളിച്ചു കൊടുത്താട്ടോ കണ്ടേ. ഇതിലും അതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തു, വെള്ളം തളിച്ചും കൊടുത്തു. കാരണം ഒരു കയ്യിൽ നമ്മൾ ക്യാമറ വെച്ചിട്ട് ഒരു കൈ കൊണ്ട് എടുക്കുകയാണ്, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തളിച്ച് കൊടുത്ത് രണ്ടുപേരും നല്ല ഉഷാറായി നിൽക്കണേ. നമ്മുടെ മറ്റേ മെലസ്റ്റോമയിൽ കണ്ട ഒരു ദിവസം ഞാൻ വെള്ളം ഒഴിക്കാൻ വൈകിയപ്പോൾ വേറെ എന്തോ തിരക്കുകൾ കൊണ്ട് അന്ന് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഫുള്ള് അതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ടോ. ഇപ്പം നിറയെ തളിര് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കയറി വരുന്ന വഴിയാണ്. അപ്പോൾ വഴി കയറി വരുമ്പോൾ ഡാർക്ക് വയലറ്റ്, പിങ്ക്, വൈറ്റ് വെക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പോൾ വൈറ്റ് ഇടയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ഗാർഡനിങ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ അല്ല നമുക്ക് വീഡിയോ കുറച്ചുകൂടെ നല്ലതാക്കാനുള്ള നിങ്ങളുടെ കമൻസുകളൊക്കെ നമുക്ക് അറിയിക്കാം കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ബായ്.